ആഡംബരം വിളിച്ചോതുന്ന വലിയൊരു ഇരുനില വീടിന് മുന്നിലായി വന്നു നിന്നതും അതുവരെ തോന്നാത്തൊരു ഭയം പാറുവിനെ പിടികൂടി. ബേബി, അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചതും അത്ര നേരം അനുഭവപ്പെട്ട ഭയം എങ്ങോ ഓടി ഒളിച്ചു. തുമ്പി ദേവിൻ്റെ കയ്യിലിരുന്ന് പരിസരം മുഴുവൻ വീക്ഷിക്കുന്ന തിരക്കിലാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ ആ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന ബോഗൻ വില്ലയിലേക്കാണ് അവളുടെ നോട്ടം. പാ പൂ! പാറുവിനെ നോക്കുന്നവൻ്റെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് വേണോ? തരാട്ടോ. ആദ്യം നമുക്ക് ഗ്രാൻഡ്മിയെ കാണാം. അപ്പോഴേക്കും വണ്ടി പാർക്ക് ചെയ്ത ശേഷം ജഗനും അവർക്കരികിലേക്ക് വന്നു. എന്താടാ? ഗഗ്ഗ, പൂ! ആ, അത് പിച്ചിപ്പറിക്കാൻ നിന്റെ കൈ തരിക്കുന്നുണ്ടല്ലേ പൊന്നെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറിക്കാം, വാ. പറഞ്ഞുകൊണ്ട് ജഗൻ കൈനീട്ടിയതും തുമ്പി അവൻ്റെ കയ്യിലേക്ക് ചാഞ്ഞു. ഈ സമയത്തിനുള്ളിൽ അകത്ത് നിന്ന് കുറച്ചു പേർ പുറത്തേക്ക് വന്നിരുന്നു. ആ കൂട്ടത്തിൽ സത്യയെയും മഹാലക്ഷ്മിയെയും കണ്ട പാറു മുഖം കുനിച്ചു. അതിൽ ഒരാൾ വന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. സത്യയുടെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെയായി ഒത്തിരി പേരുണ്ടായിരുന്നു. പാർവതിയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വന്നവരാണ്. സത്യയുടെ ഏറ്റവും ഇളയ സഹോദരൻ്റെ വീടാണിത്. ആള് പ്രൊഫസറാണ്. ഹായ് ബേബി ഡോൾ. അവരുടെ കൂട്ടത്തിൽ നിന്നും 10-20 വയസ്സ് തോന്നിക്കുന്നൊരു പെൺകുട്ടി വന്ന് ജഗൻ്റെ കയ്യിലിരുന്ന് എല്ലാവരെയും അമ്പരപ്പോടെ നോക്കി നിന്ന തുമ്പിയെ നോക്കി ചിരിയോടെ വിളിച്ചു. പാ! തുമ്പി മുഖം വെട്ടിച്ചുകൊണ്ട് ദേവിനെ വിളിച്ചു. അതിന് കാത്തിരുന്നതുപോലെ അവർ ജഗൻ്റെ കയ്യിൽ നിന്നും തുമ്പിയെ എടുത്തു. അവിടെയുള്ള മിക്കവരോടും ദേവിന് പണ്ടു മുതൽ ഒരു അകൽച്ചയുണ്ട്. അതിനാൽ തന്നെ തുമ്പിയോട് മറ്റുള്ളവർ അടുക്കുന്നത് അവന് താല്പര്യമില്ല. പരിചയമില്ലാത്തവരോട് അവൾ പെട്ടെന്ന് അടുക്കില്ല, അതുകൊണ്ടാ. വിഷമിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടിയോട് ജഗൻ പറഞ്ഞു. സ്ത്രീകളുടെ നോട്ടം പാറുവിലാണ്. അവൾ ദേവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഓഫ് വൈറ്റ് നിറത്തിലെ എയർലൈൻ കുർത്തിയാണ് വേഷം. തുമ്പിയുടെയും ദേവിൻ്റെയും ഡ്രസ്സിൻ്റെ കളർ അത് തന്നെയാണ്. നീരജയെ വേണ്ടാന്ന് വെച്ചതിൽ കുറ്റം പറയാൻ പറ്റില്ല. സ്ത്രീകൾ പരസ്പരം പറയുന്നത് കേട്ടതും മഹാലക്ഷ്മി ദേഷ്യത്തിൽ അവരെ തുറച്ചു നോക്കി. ദേവ്, അമ്മ ആ മുറിയിലാണ്. പാർവതിയെയും കൂട്ടി വരൂ. എല്ലാവരുടെയും നോട്ടം പാർവതിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് കണ്ടതും സത്യ പറഞ്ഞുകൊണ്ട് ഇടതുവശം കാണുന്ന മുറിയിലേക്ക് നടന്നു. മഹാലക്ഷ്മി അപ്പോഴും പാർവതിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ദേവിനൊപ്പം മുറിയിലേക്ക് കയറിയതും പാറു ആദ്യം കാണുന്നത് ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന പ്രായമായ ഒരു സ്ത്രീയെയാണ്. അമ്മ! സത്യ വിളിച്ചതും അവർ പതിയെ കണ്ണുകൾ തുറന്നു. അവരുടെ നോട്ടം സത്യയെ കടന്ന് അവന് പിന്നിൽ നിൽക്കുന്ന ദേവിലെത്തിയതും അവരുടെ കണ്ണുകൾ വിടർന്നു. ദേവാ! അവശത നിറഞ്ഞ സ്വരത്തിൽ അവർ വിളിച്ചതും അവൻ പാർവതിയുമായി അവർക്കരികിലേക്ക് ചെന്നു. അവൻ്റെ കയ്യിലിരുന്ന് തന്നെ ഉറ്റുനോക്കുന്ന കുഞ്ഞിനെ പാട്ടി നിറഞ്ഞ വാത്സല്യത്തോടെ നോക്കി. മോളെ! പാർവതിയെ അരികിലേക്ക് വരാൻ കൈകാട്ടിക്കൊണ്ട് അവർ വിളിച്ചു. എനിക്ക് എൻ്റെ ദേവിൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കാണണമെന്നുണ്ടായിരുന്നു. വന്നല്ലോ, സന്തോഷമായി പാട്ടിക്ക്. പാറുവിൻ്റെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അത്ര നേരത്തെ പരിഭ്രമം വിട്ടുകൊണ്ട് പാറു അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്താ മോളുടെ പേര്? പാർവതി. തുമ്പിയെ വിളിച്ചെങ്കിലും അവൾ പോകാൻ കൂട്ടാക്കാതെ ദേവിൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു. കുറച്ചു സമയം അവരുമായി സംസാരിച്ച് നിന്നതിന് ശേഷമാണ് അവർ പുറത്തേക്കിറങ്ങിയത്. പോകാൻ തയ്യാറായി നിന്നവരെ ഉച്ചയൂണ് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിച്ചു. പാർവതിയെ അവിടെയുള്ള പെൺകുട്ടികൾ വന്നു കൊണ്ടുപോയി. കുറച്ച് സമയം കൊണ്ട് തന്നെ അവരുമായി അടുക്കുകയും ചെയ്തു. തുമ്പിയെയും ഓരോന്ന് കാട്ടി കയ്യിലെടുത്തു. അതിരാവിലെയുള്ള യാത്രയായതിനാൽ തന്നെ കുറച്ച് സമയം കഴിഞ്ഞതും ഉറക്കം വന്ന് തുമ്പി ബഹളം വയ്ക്കാൻ തുടങ്ങി. ചേച്ചി, കുഞ്ഞിനെ ഉറക്കിക്കോളൂ, ഞങ്ങൾ താഴെയുണ്ടാകും. പെൺകുട്ടികൾ അത് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിയതും പാറു തുമ്പിയെ ഉറക്കി. ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞ് പാറു കാണുന്നത് അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിൽക്കുന്ന മഹാലക്ഷ്മിയാണ്. അങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കാത്തതിനാൽ പാറു ഒന്ന് ഭയന്നു. ഒടുവിൽ നീ തന്നെ ജയിച്ചു അല്ലേ? കുറേ നാളുകൾ എടുത്തെങ്കിലും അന്ന് പറഞ്ഞ പോലെ നീ വിളിക്കാതെ തന്നെ അവൻ നിന്നെ തേടിയെത്തി. പക്ഷേ ഒന്നോർത്തോ, നിനക്ക് അവൻ്റെ കൂടെ സുഖമായി ജീവിക്കാൻ പറ്റില്ല. അവൻ്റെ പെറ്റമ്മയായ എൻ്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിലുണ്ടാകും. നശിച്ചു പോകും നീ. അവരുടെ ഓരോ വാക്കും പാർവതിയുടെ ഹൃദയം തകർക്കുകയായിരുന്നു. നീ കാരണം തകർന്നത് ഒരാളല്ല, ഒരു കുടുംബമാണ്. നീരജ, അവൾ ദേവിനെ സ്നേഹിച്ച പോലെ നിനക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല.
നിന്റെ ശരീരം കാണിച്ച് എൻ്റെ മകനെ മയക്കി. അതിൽ തന്നെ നീ എങ്ങനെയുള്ളവളാണെന്ന് എനിക്ക് മനസ്സിലായി. പാറുവിൻ്റെ ശരീരം വിറച്ചു. അവളുടെ കണ്ണുകൾ ധാരയായി ഒഴുകി. അവൾക്ക് അവരെ എതിർക്കണമെന്നുണ്ട്, പക്ഷേ തളർന്നു പോകുന്നു. ഈ കിടക്കുന്നത് നിന്റെ ചോരയല്ലേ? ഇവളും വളർന്നു വന്ന് ഏതെങ്കിലും നല്ല കുടുംബത്തിലെ ചെക്കന്മാരെ ചാക്കിട്ട് പിടിക്കുന്നതിന് മുന്നേ അങ്ങ് കൊന്ന്. മഹാ കവളിൽ കൈവച്ചുകൊണ്ട് വിശ്വസിക്കാനാകാതെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. സത്യ! ഇടറലോടെ വിളിച്ചതും അയാൾ ഒന്നുകൂടെ കൈനീട്ടി അടിച്ചിരുന്നു അവരെ. പിന്നീട് അയാൾ നോക്കിയത് ദേവിനെയാണ്. അവൻ്റെ കണ്ണുകൾ പക്ഷേ പാറുവിലായിരുന്നു. കേട്ട വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ. ബേബി! അവളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നത് കണ്ടതും അവൻ വേഗം അവൾക്കരികിലേക്ക് പാഞ്ഞു. ബോധം മറിഞ്ഞവൾ അവൻ്റെ കയ്യിലേക്കാണ് വീണത്. ജഗൻ! അവൻ വിളിച്ചതും അതെന്തിനെന്ന് മനസ്സിലായതുപോലെ അവൻ തുമ്പിയെ ബെഡിൽ നിന്ന് എടുത്ത് തോളിലിട്ടു. ദേവ് പാർവിനെയും കൊണ്ട് മഹാലക്ഷ്മിയുടെ അരികിലെത്തി. എനിക്ക് ജീവനുള്ളിടത്തോളം ഇത് ഞാൻ മറക്കില്ല. ഇവർ ഇനി മരിച്ചെന്ന് പറഞ്ഞാൽ പോലും എന്നെ പ്രതീക്ഷിക്കരുത്. ഉറപ്പുള്ള സ്വരത്തിൽ സത്യയോട് പറഞ്ഞ ശേഷം അവൻ പാർവിനെയും കൊണ്ട് നടന്നു നീങ്ങി. മഹാ അപ്പോഴും തറഞ്ഞു നിൽക്കുകയാണ്. സത്യ! വേണ്ട, നിന്നെ നന്നാക്കി കളയാമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. ചിലർ ഒരിക്കലും മാറില്ല. നീ പറഞ്ഞ വാക്കുകൾക്കെല്ലാം മനംനൊന്ത് കരയുന്ന ഒരു കാലം വരും. അത് കാണാൻ ഞാനും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പോഴും വേദനിക്കേണ്ടി വരുന്നത് ഞാനായിരിക്കും. കുറച്ച് ദിവസങ്ങളെടുത്തു പാറു അന്നത്തെ സംഭവത്തിൽ നിന്നും മുക്തയാകാൻ. ഓരോന്ന് പറഞ്ഞ് കരയുന്ന പാറുവിനോട് അവസാനം ദേവിന് ദേഷ്യപ്പെടേണ്ടി വന്നു. ദിവസങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങി. ദേവും ജഗനും ഓഫീസിൽ പോകുമ്പോൾ പാറു ഓൺലൈനായി ഫാഷൻ ഡിസൈനിങ് കോഴ്സുമായി മുന്നോട്ട് പോയി. മാസത്തിൽ 1-2 വട്ടം ആദിയും ക്രിസ്റ്റിയും വിനുവുമൊക്കെ വരും. വരുമ്പോൾ അമ്മുവിനെയും കൂടെ കൂട്ടും. 2 ദിവസം അടിച്ചു പൊളിച്ച ശേഷമാണ് തിരികെ പോകുക. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ പാച്ചിയമ്മയുടെ അരികിലേക്ക് ഒരു യാത്രയുണ്ട്. പാർവതിക്ക് എന്നും പ്രിയമേറിയ ഇടം. അങ്ങനെ പാച്ചിയമ്മയുടെ അരികിൽ 2 ദിവസം നിൽക്കാൻ വന്നതാണവർ. പതിയെ ബേബി! അവളിലേക്ക് പ്രവേശിക്കുമ്പോൾ വന്ന ശീൽക്കാര ശബ്ദത്തെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ബേബി! ഒടുവിൽ ഒരു കിതപ്പോടെ അവളിലേക്ക് അവൻ അലിഞ്ഞു ചേർന്നുകൊണ്ട് വിളിച്ചതും പാറു ഒന്ന് മൂളാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ്റെ പ്രണയത്തിൽ വിവശയായി പോയിരുന്നു. ക്ഷീണിച്ചോ നീ? അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഒരു ചുംബനമാണ് അവന് മറുപടിയായി കിട്ടിയത്. തുമ്പി പാച്ചിയമ്മയോടൊപ്പം കിടന്നതിനാൽ ദേവ് പതിവിലും തീവ്രതയോടെയാണ് പാറുവിനെ സ്നേഹിച്ചത്. ഒരു റൗണ്ട് കൂടി ആയാലോ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചതും പാറു അവനെ നോക്കി കണ്ണുരുട്ടി. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഐ ലവ് യു. പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും പാറുവിൻ്റെ അധരങ്ങൾ മനോഹരമായി വിരിഞ്ഞു.